ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. രാത്രി കാലങ്ങളിൽ അറിയാത്ത സ്ത്രീകൾക്ക് മെസ്സേജ് ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ അറിയാത്ത പുരുഷന്മാരിൽ നിന്നും മെസ്സേജ് വരാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അശ്ലീലമായിട്ടുള്ള മെസ്സേജുകളാണെങ്കിൽ, അശ്ലീലം എന്ന് പറയുമ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ നീ സ്ലിം ആണ്, ബ്യൂട്ടിഫുൾ ആണ്, ഇതൊക്കെ അശ്ലീലമായിട്ടുള്ള മെസ്സേജുകളായിട്ട് കണക്കാക്കപ്പെടുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. കോടതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മെസ്സേജ് അയച്ചത് നീ സ്ലിം ആണ്, ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറഞ്ഞിട്ട് അറിയാത്തൊരു സ്ത്രീക്ക് രാത്രിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സ്ത്രീ കേസ് ഫയൽ ചെയ്യുകയും മജിസ്ട്രേറ്റ് കോടതി ഈ വ്യക്തിക്ക് 3 മാസം തടവ്, ഇംപ്രിസൺമെന്റ് വിധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വ്യക്തി ഇതിനെതിരായി സെഷൻ കോടതിയെ, മുംബൈ സെഷൻ കോടതിയെ അപ്രോച്ച് ചെയ്യുകയും, എന്നാൽ കോടതി ഈ ഒരു മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി തന്നെ ഉറപ്പിച്ചു നിൽക്കുകയും, കാരണം കോടതി പറഞ്ഞിട്ടുള്ളത് ഇതൊരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അറിയാത്ത ഒരു സ്ത്രീക്ക് രാത്രി കാലങ്ങളിൽ ഇങ്ങനെയുള്ള മെസ്സേജ് അയക്കുന്നത് ഇത് അശ്ലീലമായിട്ടുള്ള മെസ്സേജ് ആയിട്ട് തന്നെ കണക്കാക്കപ്പെടുമെന്നാണ് മുംബൈ സെഷൻ കോടതിയും പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ ആ വ്യക്തി ഇനി ജയിലിൽ പോവാം. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ മെസ്സേജുകൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഉടൻ തന്നെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യും. ഇനി സ്റ്റേഷനിൽ കംപ്ലൈന്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നേരെ തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള ജസ്റ്റിസ് ലഭിക്കുന്നതാണ്. ഈ കോടതിയുടെ വിധിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.